ട്രേഡ് എടുക്കേണ്ട മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രേഡായിരുന്നു ഗായ്സ്, പോയി. മാർക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച ട്രേഡായിരുന്നു ഗായ്സ്, പോയി. നല്ലൊരു ട്രേഡായിരുന്നു കേട്ടോ, പോയി. കംപ്ലീറ്റ് ആവേണ്ട സമയമായി ഗായ്സ്. അയ്യോ, പോയി ഗായ്സ്, പോയി. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് ലേറ്റ്. ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, കൺട്രോളൊക്കെ നോക്കിട്ടെ. ഇനി പോയി കുളിച്ച് ഫുഡൊക്കെ കഴിക്കേണ്ട പരിപാടി നോക്കട്ടെ. വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. ഫുള്ള് നിറഞ്ഞ് കിടക്കണം. ഇനി ഇതിനെയും കഴുകിയെടുക്കണം. കേട്ടോ, കഴുകിട്ടെ. ഈ പ്രാവശ്യം രണ്ടാമത്തെ സ്റ്റെപ്പ്, വീണ്ടും ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയെന്ന് തോന്നുന്നു. വെള്ളം വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനു മുമ്പത്തെ ഐസ് ഫ്രീസായതിൻ്റെ തണുപ്പ് മാത്രമാണ് കിട്ടണത്, അല്ലാതെ ഫ്രീസറിനകത്ത് തണുപ്പില്ല. ഇത് പോയെന്ന് തോന്നണം, അതിൻ്റെ കപ്പാസിറ്റർ ഒരു ചെറിയൊരു കറുത്ത സാധനം ഉണ്ട്, അതാ പോയെന്ന് തോന്നുന്നു. വെള്ളം ഒഴിച്ചു വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒഴിച്ചുകൊണ്ടിരിക്കുക ഇതിന് വേണ്ടിയേ. നാളെ രാവിലെ ആകുമ്പം സവാളയും കട്ട് ചെയ്ത്, സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് ഇത് വിട്ട് മുട്ടയും കൂടി പൊട്ടി അതിനെ പുറത്തിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ട് കിണ്ടിയത്. ഗുഡ് മോർണിംഗ് ഗായ്സ്, ലേറ്റായി പോയി. ഡ്യൂട്ടി കയറണം കേട്ടോ, ടൈമായി. പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ക്ലോറിനേഷൻ നോക്കണം. ജലദോഷമൊക്കെ പിടിച്ച് ഇവിടെ വൃത്തിയാക്കിയതുപോലെ തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, ക്ലോറിനേഷൻ വൃത്തിയാക്കി ഇട്ടതുപോലെ തോന്നുന്നു. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുക, അനാലിസിസ് നോക്കും. കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ, ഒന്നും ചെയ്യില്ല. ഇനി അടുത്തുള്ള പരിപാടി അനാലിസിസ് നോക്കുക. കമ്പ്യൂട്ടർ സെറ്റാണ്. ട്രേഡ് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. കുറച്ച് പേഷ്യൻസ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു നല്ലൊരു. കുഴപ്പമില്ല, നമുക്ക് എല്ലാം ക്യാപ്ചർ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. രാവിലെയും കുഴപ്പമില്ല, സ്പോട്ട് വീണ് പിന്നെ പയ്യ മേളിക്കുക. ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റൂല, ഇത് എടുക്കാം. ഈ ഷോട്ട് ഈ ഇടണത് എടുക്കാം. പിന്നെ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഇതുപോലെ കണ്ട ഇതുപോലെ പോകും പറഞ്ഞാൽ നോക്കാൻ വേണ്ടി കയറിയതാ. എന്തരായിട്ട് രീതിയാണ്, കുഴപ്പമൊന്നുമില്ല. അത് നല്ല രീതിയിൽ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ വാശി ഉണ്ടായിരുന്നേ, ഒന്നും കഴിക്കൂലെന്ന് ഞാൻ പറഞ്ഞു. ഇവർ വാങ്ങിച്ചു കൊണ്ടുവന്ന എന്നാൽ അതുകൊണ്ട് നിറച്ചെന്തരമൊക്കെ കൊണ്ടുവന്ന കേട്ടോ. അതുകൊണ്ടൊന്നും കഴിച്ചേ പറ്റൂ. മനസ്സിലായില്ല, അതാണ്. പെണ്ണെ, അയ്യോ വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ അവർ വന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ എന്തൊക്കെയാണ്. ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞ് ഇന്ന് കഴിക്കേണ്ട പ്ലാന്. ഇത് ആൾക്കാരാണ് കേട്ടോ. ഓണാക്കി കേട്ടോ, ക്ലീൻ ചെയ്യാൻ വേണ്ടിയാ. പോയി കഴിയാൻ കറക്കട്ടെ. വേറെ പരിപാടിയൊന്നുമില്ല ഗായ്സ്, ബോറടിക്കുന്നു. അതുകൊണ്ട് ആ പരിപാടി അങ്ങ് ചെയ്യാൻ വിചാരിച്ചു. ഇതെല്ലാം ഒന്ന് മടക്കി വെച്ച് ഫോട്ടോ വീഡിയോ എടുക്കട്ടെ. പറഞ്ഞതിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കണം. ബാക്കി പരിപാടി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പോയി ഫിനിഷ് ഡ്യൂട്ടി മറച്ച് നോക്കിയതാണ് കേട്ടോ. ഞാൻ ഫോൺ നോക്കി വരച്ചതാണ് കേട്ടോ, കമ്പ്യൂട്ടർ നോക്കിയല്ല. ആർട്ട് പഠിക്കേണ്ട ഒരു ഇതിൽ നോക്കി വരച്ചത്. ബിക്കസ് നോക്കണ്ട, അത് വട്ടം മാച്ചാലേ കറക്റ്റായിട്ട് കാണാൻ അറിയാൻ പറ്റുള്ളൂ. അത് ഗായ്സ് ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. ഗായ്സ് ഒന്നും റെഡി ആവുന്നില്ല. പോയി പമ്പറും ക്ലോറിനേഷനും പോയി ചെക്ക് ചെയ്യണം. കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ക്ലോറിനേഷൻ്റെ ഇവിടെ ഇപ്പോൾ ദിവസം വരുന്ന കേട്ടോ. ഇന്ന് 3-4 സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇന്ന് പാർട്ടി ഡേ ഉണ്ടായിരുന്നു, ഇൻസ്പെക്ഷൻ ടീം വന്ന്, ക്ലീനിങ് ഡേ ഉണ്ടായിരുന്നു. നാളെ ക്ലീൻ ചെയ്യും, ഇന്ന് ചെയ്ത്. ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്യണം, അനാലിസിസ് ഒന്ന് നോക്കണം. ബേസ് കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. ഇനി അടുത്ത അനാലിസും കൂടി മാത്രം നോക്കിയാൽ മതി. ഇല്ലാതെ 3 മണിക്ക് മൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സൈഡ് ബേസ് കളിക്കേണ്ടതാണ്. എന്തോ പ്രശ്നം പറ്റിയിരുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അനാലിസിസ്, ട്രേഡിങ് ഉണ്ടെങ്കിൽ ട്രേഡിങ് എടുക്കുക, കൺട്രോൾ പറഞ്ഞാൽ കൺട്രോൾ എടുക്കുക, അതൊക്കെ തന്നെ.
ഇനി എഡിറ്റിങ് അതൊക്കെ തന്നെ. അപ്പം വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.